ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തിയപ്പോഴത്തേക്കും അളിയൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അളിയൻ്റെ താമസ സ്ഥലത്ത് എത്തിച്ചു. അപ്പോൾ അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയി. ഇനി എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. കാണാൻ ഇരുന്നിട്ട് CV ഒരുപാട് വേക്കൻസികൾ നോക്കിയിട്ട് അതിലേക്ക് അയക്കണം. എന്നാൽ മാത്രമേ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ എനിക്കൊരു ജോലി കിട്ടത്തുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പതുക്കെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാനിറങ്ങിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് ബസ് സ്റ്റോപ്പ് എവിടെയെന്ന് കണ്ടെത്തണമായിരുന്നു. കാരണം ബസ് സ്റ്റോപ്പ് കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് ദുബായിലേക്ക് മറ്റോ റേറ്റുകളിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നപ്പോൾ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയ റോഡ് ക്രോസ് ചെയ്ത് ഒരു ബ്രിഡ്ജുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് എൻ്റെ മറുവശത്തെത്തുമ്പോഴാണ് നമുക്ക് ഈ ബസ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ അവിടെ ചെന്നു ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ധാരാളം വീഡിയോസും സെൽഫിയൊക്കെ ഞാൻ എടുത്തു. ഇതാ നോക്ക്, ഒരുപാട് വാഹനങ്ങൾ ചീറി പാഞ്ഞു പോവാണ്. ഇത്രയും ട്രാക്കുകളുള്ള റോഡ്. അത്യാവശ്യം 100-120 സ്പീഡിലൊക്കെയാണ് ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഞാൻ നിന്ന ബ്രിഡ്ജിൻ്റെ വ്യൂ ഇതാ ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നിൽക്കുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ വീണ്ടും ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. തിരിച്ച് എനിക്ക് പോകേണ്ടത് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ ഞാൻ റൂമിലെത്തിയപ്പോഴത്തേക്ക് ഇതേ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് അവിടെ രണ്ടുപേരും TV ഇട്ടിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ജോലിയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.